നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ രാജ്യത്തെ ബി.ജെ.പി ഘട്ടം ഘട്ടമായി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ OBC സംവരണവും എടുത്തു കളയുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ്. അതിൻ്റെ ഭാഗമായി സെൻസസ് നടപടികളിൽ ജാതി സെൻസസ് ബി.ജെ.പി ആസൂത്രണം ചെയ്യുന്നതിൻ്റെ പിന്നാമ്പുറ സ്വഭാവം ഇതുതന്നെയാണ്. അതായത് കോൺഗ്രസ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നത് ആർക്കൊക്കെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള സ്വാഭാവിക അന്വേഷണമാണ്. എന്നാൽ ബി.ജെ.പി കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആനുകൂല്യങ്ങൾ OBCക്കാരുടെയും മുസ്ലിമുകളുടെയും വെട്ടിച്ചുരുക്കാനാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗത്തിലുള്ള OBC വിഭാഗങ്ങളാണുള്ളത്. ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ നോക്കിയാൽ യാദവ സമുദായം, അത്തരത്തിൽ പല OBC വിഭാഗങ്ങളുമുണ്ട്. OBC വിഭാഗങ്ങളെ പരിപൂർണമായി അവരുടെ ആനുകൂല്യങ്ങൾ എടുത്തു കളയുക, മണ്ഡൽ കമ്മീഷൻ നടപടികളെ പൂർണ്ണമായും നിയമ ഭേദഗതിയിലൂടെ അസാധുവാക്കുക, ഇതാണ് BJP ലക്ഷ്യം വയ്ക്കുന്ന പുതിയ നയങ്ങൾ. നമുക്കറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലായാലും ബീഹാറിലായിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നാലും അവർക്ക് OBC വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ട് എന്ന് മനസ്സിലാക്കും. OBC വോട്ടുകൾ 2014 BJPക്ക് കുറേയൊക്കെ കിട്ടിയിരുന്നു. യാദവ ഇതര OBC വോട്ടുകളൊക്കെ BJP അവരുടെ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏറെക്കാലമായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ നടത്തിയ ഒരു ഇൻ്റലിജൻസ് സർവേ അനുസരിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ളതിൽ OBC വിഭാഗങ്ങളുടെ, അതായത് ജനറൽ വിഭാഗത്തെ അപേക്ഷിച്ച് OBC വിഭാഗങ്ങളുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ കളികൾ കളിക്കുന്നത്. BJP എപ്പോഴും ആരോപിക്കുന്നത് കോൺഗ്രസ് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ യാദവ വിഭാഗങ്ങളെയും കൃത്യമായി അവരെ തലോടുന്നു, അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടത്തുന്നത് എന്നൊക്കെയാണ്. എന്നാൽ BJP എന്താണ് ചെയ്യുന്നത്? BJP ഇവിടെ പഴയ ചാതുർവർണ്ണ്യം തിരിച്ചു കൊണ്ടുവരാനും മനുസ്മൃതി ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഭരണഘടനയെ തച്ചുടയ്ക്കാനും, അതായത് BR അംബേദ്കറുടെ ഡ്രാഫ്റ്റിംഗ് ചെയർപേഴ്സണായി അദ്ദേഹം ഇരുന്ന ആ കമ്മിറ്റിയാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ, ഭരണഘടനയെ മൊത്തത്തിൽ അസാധുവാക്കാൻ അതിനുവേണ്ടിയുള്ള കള്ളക്കളികളാണ് BJP മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജാതി സെൻസസിലൂടെ ഇത്തരത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ പരമാവധി എടുത്തു കളയുക, അതാണ് BJPയുടെ അടുത്ത പദ്ധതി. അതായത് സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ മാനദണ്ഡമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പേരും പറഞ്ഞ് BJP പിന്നാമ്പുറ ജാതി രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അതായത് OBCക്കാരെയും മുസ്ലിങ്ങളെയും തഴഞ്ഞാൽ, കാരണം മുസ്ലിങ്ങൾ OBC കാറ്റഗറിയിലുള്ളവരാണല്ലോ, അവരെ തഴഞ്ഞാൽ കൃത്യമായും BJPക്ക് മറ്റിതര വിഭാഗക്കാരുടെ സപ്പോർട്ട് ഏതർത്ഥത്തിലായിരുന്നാലും കിട്ടും. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലെ വോട്ട് ബാങ്കുകൾ എൻ ബ്ലോക്കായി BJPക്ക് കിട്ടും. അതിനുവേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്.